ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലകനായിരുന്ന മിഖേൽ സ്റ്റാറെ ഇനി ടീമിനോടൊപ്പം ഇല്ല. കേവലം 200ഓളം ദിവസങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. തുടർ തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വന്നതോടുകൂടി ക്ലബ്ബ് മാനേജ്മെൻറ്റ് അദ്ദേഹത്തെ പുറത്താക്കുകയായിരുന്നു. പക്ഷേ ആരാധകരെല്ലാവരും സ്റ്റാറയുടെ ഒപ്പമാണ്. ക്ലബ്ബ് മാനേജ്മെൻറ്റ് സ്റ്റാറയെ ബലിയാടാക്കുകയാണ് ചെയ്തത് എന്നാണ് പലരും ഇപ്പോൾ ആരോപിക്കുന്നത്. ഏതായാലും സ്റ്റാറെ നാട്ടിലേക്ക് മടങ്ങുന്നതിന് മുൻപ് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ക്ലബ്ബ് മാനേജ്മെന്റിനെതിരെ അദ്ദേഹം വിരൽ ചൂണ്ടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു പുതിയ മെസ്സേജ് അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അതായത് ഒരു താരം തന്നെ അഭിനന്ദിക്കുന്നതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. അതിൻ്റെ ക്യാപ്ഷൻ ആയിക്കൊണ്ട് ചില കാര്യങ്ങൾ അദ്ദേഹം എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ജോലി അഥവാ ഈ ഒരു പരിശീലകനായിക്കൊണ്ട് തുടരുന്നത് താൻ ഇനിയും ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സ്റ്റാറയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഫുട്ബോൾ താരങ്ങളെ പരിശീലിപ്പിക്കുന്നത് ഞാൻ എന്നെന്നും തുടരും. എൻ്റെ കൗമാരക്കാലത്ത് തുടങ്ങിയ ഒന്നാണ് അത്. തീർച്ചയായും മത്സരങ്ങളുടെ ആവേശവും ട്രെയിനിങ്ങിൻ്റെ ആവേശവും ഞാൻ ഇഷ്ടപ്പെടുന്നു. പ്രത്യേകിച്ചും അത് വിജയിക്കുമ്പോൾ ആവേശം ഇരട്ടിയാകുന്നു. കാര്യങ്ങൾ നല്ല രീതിയിൽ പോകാതിരിക്കുമ്പോൾ നിരാശ തോന്നുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് നിർണായകമായ കാര്യമാണ്. മറ്റുള്ളവരിൽ നിന്നും പോസിറ്റീവ് വൈബുകൾ ലഭിക്കുന്നത് ഈ ജോലിയിലേക്ക് മടങ്ങാനും തുടരാനും ഉത്സാഹം നൽകുന്നു. ഇതാണ് മിഖേൽ സ്റ്റാറെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് അദ്ദേഹം അധികം വൈകാതെ തന്നെ നമുക്ക് അദ്ദേഹത്തെ പരിശീലക സ്ഥാനത്ത് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഏതായാലും പുതിയ പരിശീലകന് വേണ്ടിയുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ അന്വേഷണങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ISL-ൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു പരിശീലകനെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് തേടുന്നത്. അത് ലഭിച്ചിട്ടില്ലെങ്കിലാണ് മറ്റു ഓപ്ഷനുകളിലേക്ക് അവർ തിരിയുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.